ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന മാതാപിതാക്കൾ, പിതാക്കന്മാർ, അഭിഷക്തന്മാർ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സംഗീത പ്രമാണിക്ക് തന്ത്രനാദത്തോടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മനത്തെ നിന്ദയാക്കി മായയെ ഉച്ചിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പാൻ നിങ്ങളുടെ കിടക്കൽമേൽ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊള്ളുവിൻ. മഹാപരിശുദ്ധനും സ്വർഗീയ നല്ല ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. കർത്താവേ, നിൻ്റെ വചനമായി നിൽക്കുമ്പോൾ അവിടുന്ന് ജനത്തോട് സംസാരിക്കണം, ഇടപെടണം. യേശുവെ, വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. വചനത്തിന് വിരുദ്ധമായി പോകുന്ന ഈ ദേശത്തിന് മേൽ വ്യാപരിക്കുന്ന വാഴ്ചയുടെ അധികാര ദുർമന്ത്രവാദ ശക്തികൾ, ആഭിചാരക്കോട്ടകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അതിനെ ചവിട്ടി മെതിക്കുന്നു. അർത്ഥം, രഗതം, ഷൗഡം, വികൽപന, ഹസ്തം, ചൂടം, ചാരം, ഹസ്തം വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ എൻ്റെ ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ നീ എനിക്ക് വിശാല വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കത്തിലും പ്രയാസത്തിലും കഷ്ടതയിലിരിക്കുമ്പോൾ ഈ ദാവീദിനെ പോലെ ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരിക്കുമ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. കർത്താവേ, അവിടുന്ന് കൃപ തോന്നി എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങയുടെ കൃപ തോന്നി എൻ്റെ രോഗാവസ്ഥയെ മാറ്റണമേ. യേശുവേ, അങ്ങ് കൃപ തോന്നി എൻ്റെ കടഭാരത്തെ മാറ്റണമേ. കർത്താവേ, അവിടുന്ന് കൃപ തോന്നി എൻ്റെ ജപ്തിയവസ്ഥകളെ മാറ്റണമേ. കർത്താവേ, കൃപ തോന്നി എൻ്റെ ഒറ്റപ്പെടുന്ന അനുഭവം മാറ്റണമേ. കർത്താവേ, കൃപ തോന്നി ദൈവവചനം വായിക്കുവാൻ, ഗ്രഹിക്കുവാൻ കൃപ നൽകണമേ. കർത്താവേ, കൃപ തോന്നി അതേ അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല ദൈവത്തോട് ചോദിക്കേണ്ടത്, ആത്മീയ കാര്യങ്ങളും ദൈവസന്നിധിയിൽ നമുക്ക് പറയുവാൻ സാധിക്കണം.
എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരിക്കുമ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഈ വേളയിൽ ഞെരുക്കത്തിലും പ്രയാസത്തിലും കണ്ണുനീരോടെ ഇരിക്കുന്ന അനേക കുടുംബങ്ങൾ, മാതാപിതാക്കൾ, സഹോദരിമാർ, പിതാക്കന്മാർ, കുഞ്ഞനുജന്മാർ, അനുജത്തിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരും വളരെ നിരാശയോടെ ഭാരത്തോടെ ഇരിക്കുന്ന ചില വിഷയമുണ്ട്. എന്നാൽ സ്വർഗം അതിൻ്റെ മേൽ ഒരു വ്യക്തികൾക്കല്ല, കേരളമൊട്ടാകെ ആ ചില വിഷയത്തിൻ്റെ മേൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുകയാണ്. നീ നീറുന്ന ചില വ്യവസ്ഥകൾ, നീ ചില ഞെരുങ്ങുന്ന ചില അവസ്ഥകൾ, നീ ചില ഭയപ്പെടുന്ന അവസ്ഥകൾ, നീ ചിലത് എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെടുന്ന ഞെരുങ്ങുന്ന അവസ്ഥയിൽ നീറുന്ന ചില വ്യക്തിമണ്ഡലങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. ആരോട് പറയുവാൻ, ആരെന്നെ സഹായിക്കും, ആര് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും, എന്നെ ആര് കൈ താങ്ങും, എനിക്ക് ആര് ആശ്വാസം പകരും എന്ന് പറയുന്ന, ഉള്ളിൽ ഞെരുങ്ങുന്ന, കണ്ണുനീര് വാർക്കുന്ന ചില സഹോദരിമാരെ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. ചില പിതാക്കന്മാർ, ചില മാതാപിതാക്കൾ, ചില സഹോദരിമാർ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണുന്നു. പ്രിയ വ്യക്തി ജീവിതമേ, നീ ഞെരുങ്ങുന്ന അനുഭവത്തിൻ്റെ മേൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ആമയൊന്ന് പറയുവാൻ ആര് തയ്യാറെടുക്കുന്നുവോ, ആമേ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഞെരുക്കത്തിൻ്റെ മധ്യയിൽ യേശുവേ, അങ്ങ് അതിൻ്റെ മേൽ പുതുവഴികളെ തുറന്നതിനായി, എന്നെ വിടുവിച്ചതിനായി, എന്നെ മോചിപ്പിച്ചതിനായി നന്ദി പറയുന്നു എന്ന് ആർക്ക് പറയുവാൻ സാധിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തെ കാണുവാൻ, അതിശയത്തെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ പ്രാർത്ഥന ദാവീദിനെ പോലെ ആയിരിക്കണം. ഞെരുക്കത്തിൻ്റെ മധ്യയിലും കഷ്ടതയുടെ മധ്യയിലും പ്രയാസത്തിൻ്റെ മധ്യയിലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ഇന്ന് അനേകരുടെ പ്രാർത്ഥന ഭൗതിക നന്മകളുള്ളകൾ മാത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനേകരെ കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ തകർന്നിരിക്കുമ്പോൾ മാറിപ്പോകുന്ന അനേകരെ കാണുവാൻ സാധിക്കും. പിന്മാറ്റത്തിലേക്ക് പോകുന്ന അനുഭവം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം മനത്തെ നിന്ദിയാക്കി മായ ഉച്ചിച്ച് വ്യാജത്തെ അന്വേഷിക്കും. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സത്യം സംസാരിക്കാത്ത അനുഭവം. ഫോഷ്ക്ക് പറയുന്നത് പിശാചാണ്. എന്നാൽ ഇന്ന് അനേക അഭിഷിക്തന്മാർ, സഹോദരി സഹോദരന്മാർ, നമ്മളെല്ലാവരും ഫോഷ്ക്ക് പറയുന്ന, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഫോഷ്ക്ക് പറയുന്ന അനുഭവമുണ്ട്. എന്നാൽ അതൊന്ന് മാറുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ സത്യം സംസാരിക്കുവാൻ, നമുക്ക് പഠിക്കുവാൻ കൃപ നൽകണമേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ദാവീദിനെ പോലെ ഞാൻ ഞെരുക്കത്തിലിരിക്കുമ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, എന്നോട് കൃപ തോന്നണമേ. ഞാൻ ഞെരുക്കത്തിലും കഷ്ടത്തിലുമാണ് ഇരിക്കുന്നത്. എന്നാൽ സത്യം സംസാരിച്ച് പഠിക്കുവാൻ അവിടുന്ന് എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. മൂന്നാമത്തെ ഭാഗ്യം, യഹോവഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ആരാണ് വിളിച്ചപേക്ഷിച്ചാൽ കേൾക്കുന്നത്? യഹോവ ഭക്തൻ. എന്നാൽ ഒരുവൻ ഞെരുക്കത്തിലിരുന്ന് കൊണ്ട് യേശുവിനെ അറിയാത്ത വ്യക്തിയായിരിക്കാം, ആരായിക്കൊള്ളട്ടെ, നിലവിളിച്ചാൽ അതിൻ്റെ മധ്യയിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന കർത്താവ്, സൗഖ്യപ്പെടുത്തുന്ന കർത്താവ്, ബലം പകരുന്ന കർത്താവ്, സമാധാനം നൽകുന്ന ദൈവം,
ആശ്വസിപ്പിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതാക്കി കൊടുക്കുവാൻ കഴിയുന്ന ദൈവം. റീബൽ ശബ്ദന റിഗസ്യ. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കണമെങ്കിൽ നീ അവൻ്റെ പാതയിൽ അവൻ്റെ വാക്കുകൾ അനുസരിക്കുവാൻ, അവൻ്റെ വഴികളിൽ നടക്കുവാൻ സാധിച്ചാൽ നിശ്ചയമായി അവൻ്റെ വാക്കുകളെ കേൾക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ അതേ പാപം ചെയ്യാതിരിക്കുവാൻ നമ്മൾ നോക്കണം. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പാപം ചെയ്യാതെ സൂക്ഷിച്ചു നടക്കണം. യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയുവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. എന്നെ കേൾക്കുന്ന ആ വ്യക്തി ജീവിതമേ, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പാൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ. യഹോവയിൽ ആശ്രയം വെപ്പിൻ. ഈ വേളയിൽ അനേക നീറുന്ന അവസ്ഥയിൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. ബിസിനസ് മേഖലകളിൽ വർഷങ്ങളായി മാസങ്ങളായി ചെയ്ത ബില്ലിൻ്റെ പേയ്മെൻ്റ് ഉണ്ട്. എന്നാൽ ഇത് എങ്ങനെ കിട്ടും ഇല്ല എന്ന് ഭാരപ്പെടുന്ന വ്യക്തികൾ, മാസങ്ങളായി കിട്ടാത്ത അനുഭവമുള്ള വ്യക്തികൾ, അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുകയാണ്. യഹോവയിൽ ആശ്രയം വെപ്പിൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ. നിന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്യണം. കർത്താവേ, ഈ ഫൈനാൻസ് മേഖല കിട്ടുവാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് കുറവ്? ആ കുറവുകളെ നീ ദൈവസന്നിധി സമർപ്പിക്കുവാൻ, പാപത്തെ ഏറ്റുപറയുവാൻ നീ തയ്യാറെടുക്കുന്നുവെങ്കിൽ നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ. എന്താണ് നീതിയാഗങ്ങൾ? തകർന്നിരിക്കുന്ന അവസ്ഥകൾ, നിന്നിലുള്ള പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ അത് നീതിയാഗമായി മാറും. നീ നല്ല യാഗം കഴിക്കണമെങ്കിൽ, ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കണമെങ്കിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതമില്ലതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ. യാഗമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സമർപ്പണമുണ്ടാകണം, വിട്ടുവീഴ്ച മനോഭാവം, സ്നേഹം, സഹിഷ്ണുത, സമാധാനമുണ്ടാക്കുന്നവൻ, സൗമ്യതയുള്ള വ്യക്തി, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തി, മറ്റുള്ളവരെ കരുതുന്ന വ്യക്തി, മറ്റുള്ളവരെ കൈതാങ്ങുന്ന വ്യക്തി, മറ്റുള്ളവരെ സൽക്കരിക്കുന്ന വ്യക്തി, മറ്റുള്ളവരെ ശ്രേഷ്ഠരാണെന്ന് എണ്ണുന്ന വ്യക്തി, മറ്റുള്ളവരെ ആദരിക്കുന്ന വ്യക്തി, ഇവർക്ക് മാത്രമേ നല്ല ഒരു യാഗമുള്ള പ്രാർത്ഥന സമർപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ. യഹോവയിൽ ആശ്രയം വെപ്പിൻ. നീതി, നമ്മൾ ലോകത്തിൻ്റെ നീതിയല്ല, ദൈവനീതി നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് തൻ്റെത്തോടെ, നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കും. അത് യാഗമർപ്പിക്കണം.
ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. റോമറിൻ്റെ 12:1-2 വാക്യങ്ങൾ. അതെ, ഈ ലോകത്തിന് നമ്മൾ അനുരൂപമാകരുത്. നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അങ്ങനെ യാഗമർപ്പിക്കുന്നതിനു മുന്നേ നീതിയാഗങ്ങളെ സമർപ്പിപ്പിൻ. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നീതിയാഗങ്ങളെ സമർപ്പിപ്പിൻ. ദൈവത്തിൻ്റെ മുന്നിൽ ഏറ്റുപറയുവാൻ സാധിക്കണം. ജീവിതത്തിൽ കുറവുകളുണ്ടപ്പാ, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ഉറക്കവേളയിൽ കുറവുകൾ കൊണ്ട് സ്വയഭാവങ്ങളുണ്ട് കർത്താവേ. എന്നോട് സ്വയബോധമുള്ള ഭാവം എൻ്റെ ജീവിതത്തിലുണ്ട്. മോശമായ പടം കാണുന്ന അവസ്ഥകളുണ്ട്, മോശമായ ഫിലിം കാണുന്ന അവസ്ഥകളുണ്ട്, സീരിയൽ കാണുന്ന അവസ്ഥയുണ്ട് കർത്താവേ. എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ സ്വയയാഗമായി ദൈവസന്നിധിയിൽ യാഗം ചെയ്യുമ്പോൾ, ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ നമുക്ക് അത് പൂർണ്ണത ഒരു യാഗമർപ്പിക്കുവാൻ സാധിക്കും. നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ, യഹോവയിൽ ആശ്രയം വെപ്പിൻ. നമുക്ക് ആര് നന്മ കാണുമെന്ന് പലരും പറയുന്നു. യഹോവ, നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിക്കണമേ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന് നല്ല ഒരു യാഗം കഴിക്കുന്നവനെ ഒരു മുഖപ്രകാശമുള്ള വ്യക്തിയായി കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തെ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പം നല്ല ഒരു യാഗം സമർപ്പിക്കുന്നവന്, യഹോവേ, നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിക്കണമേ. നീ ഒരു നല്ല യാഗം കഴിക്കുന്ന വ്യക്തിയാണോ? നീ നല്ല ഒരു സമർപ്പണ ജീവിതമുള്ള വ്യക്തിയാണോ? നീ നല്ല വചനാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണോ? നിന്നെ കാണുന്നവർ ഒരു വ്യത്യസ്ത മനുഷ്യനായി കാണുവാനിടവരും. യഹോവേ, നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിക്കണമേ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുഖപ്രകാശം ഉദിക്കും. അവർ ലോക മനുഷ്യരെ പോലല്ല, ഒരു വ്യത്യസ്തനായ മനുഷ്യനായി മാറും. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. കണ്ടോ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ആ ഹൃദയത്തിൽ സന്തോഷിക്കുവാൻ കാരണം ആ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ്. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്തത്. ആ മഹത്വം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങി വന്നപ്പോൾ ഒരു ഭക്തന് പറയുവാൻ സാധിക്കുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു.